തൃശൂർ പൂരം വിവാദത്തിൽ തുടരന്വേഷണത്തിന് മന്ത്രിസഭായോഗ തീരുമാനം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, വിശദാംശങ്ങൾ. വെറോ CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഇപ്പോൾ തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ഇന്നലെ AKG സെന്ററിൽ വെച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇതായിരുന്നു. തൃശൂരിലെ അതിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ADGP MR അജിത്കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിനോട് CPIക്ക് പൂർണ്ണ അതൃപ്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുത്തത്. CPI മന്ത്രിമാർ അക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ്, ക്യാബിനറ്റിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ത്രിതല അന്വേഷണം ഇക്കാര്യത്തിൽ നടത്താനുള്ള തീരുമാനം, 3 തല അന്വേഷണം ഇക്കാര്യത്തിൽ നടത്താനുള്ള തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിൽ എടുത്തത് എന്നുള്ളൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനമാണ്. CPIയെ സംബന്ധിച്ച CPI കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെലുത്തുന്ന സമ്മർദ്ദത്തിന്റെ ബാക്കി പത്രം എന്ന രീതിയിൽ കൂടി നമുക്ക് ഇതിനെ കാണാൻ കഴിയും. 2 ആവശ്യങ്ങളായിരുന്നു പ്രധാനമായും ഈ ADGP MR അജിത്കുമാർ വിവാദവുമായി ബന്ധപ്പെട്ട് CPI മുന്നോട്ട് വെച്ചത്. ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPI പലതരത്തിൽ അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമാകുന്നത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എന്നടക്കമുള്ള കാര്യത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ തുടരന്വേഷണം വേണം എന്നുള്ളതായിരുന്നു CPIയുടെ നിലപാട്. ആ നിലപാട് ഇപ്പോൾ ക്യാബിനറ്റിൽ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിച്ചിരിക്കുന്നു. മന്ത്രിസഭാ യോഗം ആ തീരുമാനമെടുത്തിരിക്കുന്നു. വീണ്ടും തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ADGP MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായില്ല. അതൊരു രാഷ്ട്രീയ തീരുമാനമായി വരേണ്ട സാഹചര്യമാണുള്ളത്. ഒരു പക്ഷേ അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമായി മാറും. അത് സംബന്ധിച്ച ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും മിനിറ്റുകളിൽ പുറത്തുവരും. ഏതായാലും CPIയുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നിപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണത്തിന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നു. വേണു, ഷഫീദ്, അതല്ലല്ലോ CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് അത് തന്നെയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സ്വാഭാവികമായും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത്കുമാറിനെ മാറ്റുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച മന്ത്രിസഭാ യോഗത്തിൽ നടന്ന ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഈ പൂരം കലക്കലിൽ ഇന്നലെയും മുഖ്യമന്ത്രി AKG സെന്ററിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ബിനോയ് വിശ്വത്തിന് നൽകിയ ഉറപ്പാണ് തുടരന്വേഷണം ഉണ്ടാവുമെന്ന്. മാത്രവുമല്ല, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെ മാത്രം പഴിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അത് തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത്കുമാറിന്റെ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണെന്നുള്ള പ്രതികരണം CPI നേതാക്കൾ നടത്തിയിരുന്നു. മാത്രവുമല്ല, അതിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് CPI ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യത്തിലുള്ള തീരുമാനമെടുത്തത്. അതേസമയം ADGP MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായില്ല. ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് മാത്രമായിരിക്കും സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിക്കുക. റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. അല്പസമയത്തുള്ളിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. വേണു, എന്താണ് ഈ 3 തലത്തിലുള്ള അന്വേഷണം? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നേരത്തെ CPI തന്നെ ആവശ്യപ്പെട്ടിരുന്നു രാഷ്ട്രീയമായിട്ടടക്കമുള്ള അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് വേണം. മാത്രവുമല്ല, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ അന്വേഷണം നടത്തണം. കൂടാതെ അതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം പോലീസിംഗിൽ സംഭവിച്ച പിഴവുകൾ അത് വളരെ ഗൗരവപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കണം. ഒരുപക്ഷേ പോലീസ് മേധാവി തന്നെ അക്കാര്യത്തിൽ അന്വേഷണം നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ആ തീരുമാനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കണം. ത്രിതല അന്വേഷണം അക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള വിവരം മാത്രമാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആ മന്ത്രിസഭാ യോഗത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഉണ്ടാവുക. ഏതായാലും CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ നിലപാടും CPI ഇക്കാര്യത്തിലുള്ള ആവശ്യവും അത് കൃത്യമായി തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരാവശ്യം അംഗീകരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം വേണ്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. അത് റിപ്പോർട്ടിന് ശേഷം സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് ശേഷം തീരുമാനമെടുക്കാം എന്നുള്ളത് ഇന്നലെ തന്നെ ബിനോയ് വിശ്വത്തിന് മറുപടിയായി മുഖ്യമന്ത്രി നൽകിയിരുന്നു. മന്ത്രിസഭാ യോഗത്തിലും സമാനമായ മറുപടി മുഖ്യമന്ത്രി നൽകി എന്നുള്ള വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു.